ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകദാ ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. ഇനിയും അവിടെ ഭഗവാനാണ് ഭക്തിദേവിയെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടിരുന്നു. സൃഷ്ടിക്കുക തന്നെയല്ല, തൻ്റെ വല്ലഭയായിട്ട് കൂടി ഭഗവാൻ വെച്ചു എന്ന് പറഞ്ഞു. ഇനി അവിടെ അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഭക്തിദേവി ഇനി എന്താണ് ചെയ്തത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഭക്തിദേവി ഭഗവത് ഭക്തർക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി മാറിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ഭക്തിദേവിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ബദ്ധ്വാഞ്ജലിം, അഞ്ജലി എന്ന് പറഞ്ഞാൽ കൈകൾ കൂപ്പുക. ബദ്ധ്വാഞ്ജലി, രണ്ട് കൈകളും അങ്ങനെ ശരിക്ക് മുറുക്കെ കൂപ്പി പിടിച്ചുകൊണ്ട് ത്വയാ എന്ന് പറഞ്ഞാൽ ദേവിയാൽ, ആ ഭക്തി ദേവിയാൽ, ഇവിടെ നിന്നാൽ എന്നാണ് അർത്ഥം. ഇവിടെ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുന്നുണ്ട്, ആ ഭക്തിദേവിയാൽ പൃഷ്ടം എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടപ്പോൾ, അതായത് ഭക്തിദേവിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഭക്തിദേവി തൻ്റെ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഇങ്ങനെ ഭഗവാനോട് ചോദിച്ചു. ഇവിടെ ചോദിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചോദിക്കപ്പെട്ടപ്പോൾ എന്ത്? കിം കരോമീതി. കിം എന്ന് പറഞ്ഞാൽ എന്താണ്, കരോമീതി, കരോമി ഇതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കരോമീതി. കരോമി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ കിം കരോമി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇതി എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ, ഇപ്രകാരം. ചൈകത, ച ഏകത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചൈകത എന്ന് പറഞ്ഞാൽ. ഏകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇങ്ങനെ ഭക്തിദേവിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഭക്തിദേവി തൻ്റെ രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ അങ്ങനെ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ ഭഗവാനെ, കിം കരോമി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ചോദിച്ചപ്പോൾ ത്വാം എന്ന് പറഞ്ഞാൽ ആ ഭക്തിദേവി അവിടുത്തോട്, നിന്നോട് എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഭക്തിദേവി അവിടുത്തോട് തഥാ ആജ്ഞാപയത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തഥാ ആജ്ഞാപയത്. തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ആജ്ഞാപയത് ആജ്ഞാപിച്ചു അഥവാ കൽപ്പിച്ചു. ആര്? ഭഗവാന്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ അവിടുത്തോട് കൽപ്പിച്ചു. എന്താ? മദ്ഭക്താൻ, എൻ്റെ ഭക്തന്മാരെ പോഷയേതിച്ച, പോഷയ ഇതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പോഷയേതി. പോഷയ എന്ന് പറഞ്ഞാൽ പുഷ്ടിപ്പെടുത്തിയാലും, ഇതി എന്ന് പറഞ്ഞാൽ എന്നാ. അപ്പോൾ ഇവിടെ ഭക്തിദേവി തൻ്റെ രണ്ട് കൈകളും കൂപ്പി ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അവിടുന്ന് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, മദ്ഭക്താൻ പോഷയ, എൻ്റെ ഭക്തന്മാരെ ദേവി പുഷ്ടിപ്പെടുത്തിയാലും. ഇപ്രകാരം അങ്ങനെ ഒരു ആജ്ഞാപയതെന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു. ഇങ്ങനെ ഭഗവാൻ ഭക്തിദേവിയോട് കൽപ്പിച്ചു, എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിച്ചാലും പുഷ്ടിപ്പെടുത്തിയാലും എന്തിനു വേണ്ടി? എന്നിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ആരിലൊക്കെയാണോ ഭക്തിയുടെ ഒരു വിത്ത് പാകി കിട്ടിയിട്ടുള്ളത്, അതിനെയൊക്കെ അങ്ങനെ തഴച്ചു വളർത്തി വൻമരങ്ങളാക്കി അവരുടെ ഉള്ളിൽ ഭക്തിയെ ഉറപ്പിക്കുന്നത് ആ ഭക്തിദേവിയാണ്. അങ്ങനെ എത്തുമ്പോൾ അവരാകട്ടെ ഭഗവാനിൽ നിന്നും വിട്ടുപോകാത്ത വിധം ഭഗവാനോട് ചേർന്ന് തന്നെ നിൽക്കും. ആ ഭഗവാനെ തൻ്റെ ഉള്ളിൽ അനുനിമിഷം അനുഭവിക്കുമാറാകും. അപ്പോൾ ഇവിടെ ഭക്തിദേവിക്ക് കൊടുത്ത ഒരു ഉത്തരവാദിത്വം, അല്ലെന്നുണ്ടെങ്കിൽ ഭക്തിദേവിയോട് കൽപ്പിച്ചത് ഭഗവാൻ തൻ്റെ ഭക്തരെയൊക്കെ പോയി പുഷ്ടിപ്പെടുത്തിയാലും എന്നാണ്. ഇവിടെ ആ ഭക്തിദേവിയുടെ കനിവ് ഒരല്പമെങ്കിലും നമ്മൾ പതിക്കാൻ, ഒരല്പം ഭക്തി ഉണ്ടാവാൻ
നമ്മൾ ഭക്തിദേവിയോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, പല സജ്ജനങ്ങളും പറയുന്ന കേട്ടിട്ടുണ്ട്. നമുക്ക് ഭാഗവതത്തിൽ തന്നെ പല സജ്ജനങ്ങളുടെയും കഥ നമുക്ക് കാണാം. അവരൊക്കെ പറയുന്നത്, ഇനിയും എത്ര ജന്മമുണ്ടായിരുന്നാലും അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഭക്തനാവാൻ അല്ലെങ്കിൽ ഭക്തൻ്റെ ദാസനാവാൻ. നമുക്ക് ഹനുമൽ സ്വാമിയുടെ കാര്യം ഇവിടെ രാമായണത്തിൽ നമുക്ക് കാണാം. ഹനുമൽ സ്വാമി പറയുന്നുണ്ട്, ഇനി എത്ര ജന്മമുണ്ടായിരുന്നാലും അവിടുത്തെ ദാസൻ്റെ ദാസനായി വർത്തിക്കാനുള്ള ഒരു അനുഗ്രഹം അവിടുന്ന് തരയണമേ എന്ന്. അത്രമാത്രം ഭക്തനു പോലും മൂല്യമുണ്ട് എന്നറിയുക ഭഗവാന്റെ കണ്ണിൽ. അപ്പോൾ അവിടുത്തെ ഭക്തനാവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ദാസൻ്റെ ദാസനാവാൻ കഴിയണമേ എന്ന് പറയുന്ന വിധത്തിലുള്ള സജ്ജനങ്ങളുടെ ധാരാളം കഥകൾ നമുക്ക് കാണാം. ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ഭഗവാനെ അവിടുത്തെ ഭക്തനാവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങൾ. അല്ലയോ സജ്ജനങ്ങളെ, ഭഗവാന്റെ ഒരു ഭക്തനായി പിറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഭക്തനാവണമെങ്കിൽ മനുഷ്യജന്മം തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഗജേന്ദ്രമോക്ഷത്തിലൊക്കെ നമുക്ക് കാണാം, അവിടെ ഒരുപാട് കാലങ്ങൾ ഗജമായി വർത്തിച്ചതിന് ശേഷം അവസാനമാണ് ആ ഭക്തി ഗജേന്ദ്രൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഗജേന്ദ്രനിൽ ഉണ്ടാവുന്നത് എന്ന് കാണാം. അപ്പോൾ ഭക്തി ജനിക്കുന്ന സമയം മുതൽ അത് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ സദാ ഭഗവത് നാമം ഉരുവിടാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു മനുഷ്യജന്മം തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു. ഇനിയും അങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയില്ലെങ്കിൽ പോലും ഹനുമൽ സ്വാമി പറഞ്ഞതുപോലെ ഭക്തരുടെ ദാസൻ്റെ ദാസനാവാൻ കഴിഞ്ഞാൽ പോലും പുണ്യമാണ്. ഭക്തൻ്റെ പാദങ്ങളെ ആശ്രയിച്ച അല്ലെങ്കിൽ പാദങ്ങളെ പിടിച്ച മുതലയ്ക്ക് മുക്തി കൊടുത്ത ഭഗവാൻ, ആ ഭഗവാൻ കുടിയിരിക്കുന്ന ഇടത്തിൽ, ഒരു ക്ഷേത്രത്തിൽ, ഭഗവാന്റെ സദാ നാമസങ്കീർത്തനങ്ങൾ ഉയർന്നു കേൾക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ ഒരു വൃക്ഷമായോ ഒരു പുൽക്കൊടിയായോ എന്തിനേറെ ഒരു മണൽത്തരിയായി പിറക്കാൻ കഴിഞ്ഞാൽ പോലും പുണ്യമാണ്. ദുഷ്ടജനങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യനായി കിട്ടിയാൽ നമ്മളും അറിയാതെ ആ ദുഷ്കർമ്മങ്ങളിലേക്ക് വീണു പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതിനിടയിലും ഭക്തപ്രഹ്ലാദനെ പോലെ ഉള്ളവരുണ്ടാവാം. പക്ഷെ അതൊക്കെ അപൂർവ ജന്മങ്ങളാ, സുകൃത ജന്മങ്ങളാണ് അതൊക്കെ. 100 കേടായ ആപ്പിളിൻ്റെ നടുക്ക് ഒരു നല്ല ആപ്പിൾ വെച്ചാൽ അത് സ്വാഭാവികമായും കേടായി പോകുന്നത് പോലെ ദുഷ്ടസംസർഗത്തിൻ്റെ നടുവിലാണ് വന്ന് പിറക്കുന്നതെങ്കിൽ നമ്മുടെ ജന്മവും പാഴായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിലും എത്രയോ നല്ലതാണ് ആ ക്ഷേത്രാങ്കണത്തിൽ ഒരു മണൽത്തരിയായി പിറക്കുന്നത്. കാരണം സദാ ഉയർന്നു കേൾക്കുന്ന ഒന്ന് ഭഗവാൻ കുടികൊള്ളുന്ന ആ മണ്ണിനോട് ചേർന്ന് അതിനോട് സംഘം ചെയ്ത് വാഴാനുള്ള ജീവിക്കാനുള്ള ഒരു മഹാഭാഗ്യം. പിന്നെയോ സദാ ഉയർന്നു കേൾക്കുന്നത് ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ, ഭഗവാനെ പ്രീതിപ്പെടുത്താനായി, ഭഗവാനെ പൂജ ചെയ്യുവാനായി പൂജാരി, ആ സജ്ജനം അല്ലെങ്കിൽ അവിടെ വരുന്ന സജ്ജനങ്ങൾ സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ നാമം. അപ്പോൾ സദാ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ നാമം. പിന്നെയോ ഭഗവാന് പ്രിയപ്പെട്ട തുളസിച്ചെടികൾ ആ ക്ഷേത്രമുറ്റത്തിലുണ്ടാവും. അതിനെ തഴുകി വരുന്ന കാറ്റിൻ്റെ സ്പർശനമേൽക്കാൻ കഴിയുക. വിഷ്ണുപത്നിയായിട്ടുള്ള തുളസീദേവിയെ തഴുകി വരുന്ന കാറ്റിൻ്റെ സ്പർശനമേൽക്കാൻ കഴിയുന്നത് ആ മണൽത്തരിക്കാണ്. പിന്നെയോ സദാ ആ ക്ഷേത്രാങ്കണത്തിൽ എത്തുന്നതൊക്കെ ഭഗവാന്റെ ഭക്തരാണ്. ആ ഭക്തരുടെ പാദസ്പർശം, പാദസംഘം, ഭക്തരുമായിട്ടൊരു സംഘം ഉണ്ടാവാൻ കഴിയുക, ആ പാദസ്പർശം ഏൽക്കാൻ കഴിയുന്നതും ഈ മണൽത്തരികൾക്കാണ്. മറ്റാരും ആ മണൽത്തരികളെ സ്പർശിക്കാറില്ല. ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഭഗവാന്റെ ഭക്തരാണ്. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും ഭക്തരുടെ അല്ലാതെ ആരുടെയും പാദസ്പർശം ഏൽക്കേണ്ടി വരുന്നില്ല ആ മണൽത്തരിക്ക്.
ഒരു തരത്തിൽ നോക്കിയാൽ എത്രയോ സുഹൃതമാണ് ആ ജന്മം പോലും. ഇനിയും തുളസിയായി പിറന്നാൽ തന്നെ, ഒരു സസ്യമായി ഭഗവാന്റെ പ്രിയപ്പെട്ട തുളസിയായി പിറന്നാൽ തന്നെ എത്രയോ തുളസികൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, കാണപ്പെടാതെ, അറിയപ്പെടാതെ എവിടെയെല്ലാം ജനിച്ച് ജീവിച്ച് ഇല്ലാതെയാവുന്നു. മറിച്ച് ഒരു സജ്ജനത്തിൻ്റെ ഗൃഹത്തിലാണ് ആ പിറവി ഉണ്ടാകുന്നതെങ്കിൽ ആ തുളസിക്ക് ജലം തളിക്കുമ്പോൾ ഹരേ രാമ പാടിക്കൊണ്ട് ജപിച്ചുകൊണ്ട് ആ പുണ്യകർമ്മം ചെയ്യുന്ന ഒരു വീട്ടമ്മയുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൃഹത്തിലാണ് ജനിക്കുന്നതെങ്കിൽ എത്രയോ സുഹൃത്തമാണ്. അപ്പോൾ മനുഷ്യനായില്ലെങ്കിൽ പോലും, മനുഷ്യനായി പിറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെ സജ്ജന സംസർഗമുണ്ടാകാൻ, ഭഗവാന്റെ സൽകീർത്തനങ്ങൾ, ആ നാമസങ്കീർത്തനം കേൾക്കാൻ കഴിയുന്ന ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരിടത്തിൽ വന്ന് പിറക്കാനിടയാവേണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം അവിടെ സദാ, അത് ഏതൊരു ചരാചരവും ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ സദാ ആ ഒരു ഭക്തി നിറഞ്ഞു തന്നെ നിൽക്കും. ആ ഭഗവാനിലേക്കുള്ള മാർഗം എളുപ്പമായി തീരുകയും ചെയ്യും. കാരണം ഭക്തിദേവിയുടെ കർത്തവ്യം, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഭക്തിദേവി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ ഭക്തരെയൊക്കെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട്, ഈ ഭക്തിയിൽ അങ്ങനെ അവരെ ആനന്ദലഹരിയിൽ ആറാടിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം അതങ്ങനെ സുന്ദരമാക്കി തെളിച്ചു കൊടുക്കുകയാണ് ഭക്തിദേവിയുടെ കർത്തവ്യം അല്ലെങ്കിൽ ധർമ്മം. അപ്പോൾ ആ ഭക്തിയെ പോഷിപ്പിക്കുവാൻ ജന്മം ഏതുമാകട്ടെ, ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ മണൽത്തരിയായാലും ഒരു തുളസിച്ചെടിയായാലും ഒരു ഗജേന്ദ്രനായാലും, ജനിച്ചത് അസുരകുലത്തിലായിരുന്നിട്ടും ഭഗവാനെ, അവിടുത്തെ കാരുണ്യം വേണ്ടുവോളം ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഭക്ത പ്രഹ്ലാദനെ പോലെ ഏതെങ്കിലും അങ്ങനെ ഒരു ജന്മം ഭഗവാനെ, ഏതെങ്കിലുമൊക്കെ സജ്ജനങ്ങളുടെ നടുവിൽ വന്ന് പിറക്കാൻ കഴിയുന്നത് പോലും പുണ്യമാണ് ഭഗവാനെ. അതിനോളം വലിയൊരു ഭാഗ്യം, അതിനോളം വലിയൊരു അനുഗ്രഹം മറ്റൊന്നുമില്ല ഭഗവാനെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകതാ ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കരോമീതി, അവിടെ കരോമി ഇതിയാണ്. അപ്പോൾ ഈ കാരം നീട്ടിയെടുക്കുക. രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ ത്വാം തദാജ്ഞാപയത്, തഥാ ആജ്ഞാപയതാണ്. അതുകൊണ്ട് ഇവിടെ അകാരം നല്ലതുപോലെ നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.